ഗുഡ് ഈവനിങ് ആൾ. ഞാൻ 7:15 മുതൽ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ ക്ലാസ് എടുത്തു, പക്ഷെ റെക്കോർഡിങ്സ് വന്നില്ല. ഇപ്പൊ വീണ്ടും ക്ലാസ് എടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. കുറച്ച് പിള്ളേരെ കയറിയിട്ടുള്ളായിരുന്നു, ഇഗ്നോയുടെ ക്ലാസ് ആയിരുന്നു. അപ്പൊ എനിക്ക് പേടിയായി. ഇപ്പൊ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ പിന്നെ രണ്ടാം പണി എടുക്കേണ്ടി വരും, കാരണം റെക്കോർഡ് ആവുന്നില്ല. റെക്കോർഡിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് റെക്കോർഡ് ആയിട്ടില്ല. അതാണ് ബുദ്ധിമുട്ട്. അപ്പോ നമ്മൾ ഇന്ന് സൂഫീസ് ആണ് എടുക്കാൻ പോകുന്നത്. പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ ഗ്രോത്തിൽ ഇനി 2 ടോപ്പിക് മാത്രമേ നമുക്കുള്ളൂ. സൂഫിസും യോഗ സൈക്കോളജി ആണ്. സൂഫീസ് ആണ് എടുക്കാൻ പോകുന്നത്. സൂഫിസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിക് പ്രാക്ടീസ് ആണ്. കംപ്ലീറ്റ്ലി ഇസ്ലാമിക് പ്രാക്ടീസ് ആണ് സൂഫിസത്തിൽ വരുന്നത്. 4 ഫേസ് ഒക്കെ ഉണ്ട്. ത്വരീക്ക, ഹക്കീക്ക, മാരിഫ എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഫേസ് ഒക്കെ ഉണ്ട്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഗോഡിന് ഒരു പേടിയുമില്ല. അതായത് അള്ളാന് ഒരു പേടിയുമില്ല. അള്ളാന് അവർ കൂട്ടുകാരനായിട്ടാ കാണുന്നത്. യാ മൗല എന്ന് അവര് പറയാം, അല്ലെ? മൗല മേരെ മൗല മേരെ. സൂഫി സോങ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഹബീബെ എന്ന് അവർ വിളിക്കുക, റബ്ബേ എന്നല്ല വിളിക്കുക, ഹബീബെ എന്നാണ്. ഹബീബെ മീൻസ് കൂട്ടുകാര എന്നാണ് വിളിക്കുക. അതായത് അവർക്ക് ഒരു ഭയങ്കര സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേറ്റിലേക്കാണ് സൂഫി സൈക്കോളജി പറയുന്നത്. അതായത് അവര് ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് ഫേസിലാണ്. അവർക്ക് ഗോഡിനോട് പ്രണയമാണ്, ഗോഡിനോട് ഭയങ്കര ഒരു സ്നേഹമാണ്. ആ രീതിക്കാണ് അവിടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. നമ്മളെ നോട്ടിലുള്ളതിനെക്കാളും ഞാനൊരു PPT ഉണ്ട്, അതില് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാട്ടോ എടുക്കുന്നത്. നമ്മുടെ സൂഫിസം എന്ന് പറയുന്നത്. അപ്പം സൂഫിസം കാണുന്നുണ്ടല്ലോ അല്ലെ? സൂഫി ഡാൻസ് ഭയങ്കര ഒരു ട്രാൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഡാൻസ് ആട്ടം. സൂഫിസ് കണ്ടിട്ടുണ്ടോ സൂഫി ഡാൻസ്? അതുപോലെ എന്താ പറയാ, സൂഫി സോങ്സ്. ഈ പ്രാവശ്യത്തെ KLF ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് സൂഫി കൺസേർട്ട് കണ്ടത്. ഇവിടെ എന്തായിരുന്നു, ബീച്ചില്, KLF. ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? നല്ലൊരു, അവിടെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നുകൊണ്ട് ഒരു തുള്ളി പോലും ഫോണിലേക്ക് പോവാതെ കംപ്ലീറ്റ് എന്തിനു പറയാ, അടങ്ങിയിരിക്കാത്ത എന്റെ ചെറുതില്ലേ നമ്മുടെ സാദ് പോലും 2 മണിക്കൂർ എന്റെ മടിയിൽ ഇരുന്നിട്ട് കേട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തു, കുറെ കേട്ടിരുന്നു. ഭയങ്കര ഒരു മൂഡാട്ടോ. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാല് സൂഫി സോങ്സ്, സൂഫി അങ്ങനത്തെ കൺസേർട്ട് ഉണ്ടെങ്കിൽ ശ്രമിക്കാം. ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ മമ്മ. അവന് ട്യൂഷന് പോയിട്ടില്ല. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയിപ്പോയി. അവന് കൊള്ളിട്ടായത്തുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. ശരി. ക്ലിനിക്കില്. ഓക്കെ. ശരി. അപ്പം Islamic mysticism often refers to as the internalization and intensification of Islamic faith and practice. കണ്ടോ, ഇസ്ലാമിക് ഫെയ്ത്തുകളും വിധികളും പ്രാക്ടീസുകളും അത് രണ്ടും ഇന്റർണലൈസേഷൻ ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക. ഇതാണ് ശരിക്കും സൂഫിസത്തിലൂടെ. Sufis strive to constantly be aware of God's presence, stressing contemplation over action, spiritual development over legalism, and cultivation of the soul over social interaction. കണ്ടോ, സൂഫീസ് എന്താണ്? കോൺസ്റ്റന്റ്ലി അവെയർ ആണ് ഗോഡിനെ പറ്റിയിട്ട്, പ്രസൻസ്. അവിടെ എന്താണ്? കണ്ടംപ്ലേഷൻ ആണ്. അവർക്ക് ആക്ഷൻ അല്ല, കണ്ടംപ്ലേഷൻ. അവരുടെ ആ ഒരു എന്താ പറയുക, പ്രാർത്ഥനകളാണ്, ആക്ഷൻസ് ഒന്നുമല്ല. സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ് ഈ ലീഗലിസം. അതായത് ലീഗൽ വശങ്ങളല്ല, സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ കൾട്ടിവേഷൻ ഓഫ് സോൾ ഓവർ സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷനെക്കാളും സോളിനെ അവരധികം സംസാരിക്കുക, സോഷ്യൽ ഇന്ററാക്ട് ചെയ്യുന്നില്ല. സൂഫീസ് കേട്ടോ, ഒറിജിനൽ സൂഫീസ് അവരെപ്പോഴും എന്താ ചെയ്യാ, എന്താ പറയാ, സോളിനെ കൾട്ടിവേറ്റ് ചെയ്യാനാണ് നോക്കാറ് ഉള്ളത്. ഓക്കെ, ഒരാളുടെ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഒരാളുടെ ബർത്ത്ഡേ ആണ്.
വെള്ളിയാഴ്ച പിക്ക് അയച്ചെന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയതിന്റെ പിക്ക് അയച്ചെന്ന കേട്ടോ ചിരിച്ചു. അപ്പം സൂഫീസ് ട്രൈ ടു കോൺസ്റ്റന്റ്ലി ബി അവെയർ ഓഫ് ഗോഡിന്റെ പ്രസൻസ്. കണ്ടംപ്ലേഷൻ ആണ് ആക്ഷനെ കാണും, സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ് ലീഗലിസത്തിനെ കാണും, അതുപോലെ തന്നെ സോളിന് ആത്മാവിനെ കൾട്ടിവേറ്റ് ചെയ്യണം സോഷ്യൽ. അവരധികം സംസാരിക്കുന്നത് എന്റെ സാറ് പറഞ്ഞിട്ടുണ്ട്, ചിലവര് മദ്യം തലയിൽ കൂടെ ഒഴിച്ചു വെക്കും പോലും. മദ്യപിക്കൊന്നുമല്ല, അവരാഴത്തേക്ക് ആരും വരാടെക്കാൻ ഒരു ഭയങ്കരമായിട്ടുള്ള അള്ളാഹിനോടുള്ള ഒരു പ്രണയമാണ് സൂഫിസത്തിൽ കാണാറുള്ളത്. സൂഫിസം ഡിപ്പെൻഡ് ഓൺ ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ ഇൻ ദ ഡ്രൈവ് ഡിവൈൻ ഹ്യൂമൻ റിലേഷൻ. കണ്ടോ, ഒരു ഇമോഷനും ഇമാജിനേഷൻ ആണ് ഡിവൈൻ ഹ്യൂമൻ റിലേഷൻ. ആ ഒരു അള്ളാഹിനോടുള്ള റിലേഷനിൽ ഒരു എന്താ പറയാ ഇമോഷനും ഇമാജിനേഷൻ ആണ്. സൂഫി റിച്വൽസ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ ഓഫ് പ്രേയേഴ്സ്, പോയംസ്, സെലക്ഷൻസ് ഫ്രം ദ ഖുറാൻ. കണ്ടോ, മെയിൻ പ്രേയേഴ്സും പോംസും അതുപോലെ തന്നെ ഖുറാനിലെ സെലക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ റിച്വൽസിൽ ഉണ്ടാവുക. അപ്പം ഒരു ഇസ്ലാമിക് മിസ്റ്റിസിസം ആണ് ശരിക്കും എന്താണ് ഇസ്ലാമിക് ഫെയ്ത്തും പ്രാക്ടീസ് ഒക്കെ ഇന്റൻസിഫൈ ചെയ്യുന്ന, ഇന്റർണലൈസേഷൻ ചെയ്യുന്ന ആണ് സൂഫിസം. സൂഫീസ് എന്നാണ് ഗോഡിനെ പറ്റി അവെയർ ആണ്, ഗോഡിന്റെ പ്രസൻസ്. ആക്ഷനെക്കാടി കണ്ടംപ്ലീഷൻ ആണ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ് ലീഗലിസത്തിനേക്കാൾ ഉണ്ടാവുക. ഹ്യൂമൻ സോളിനെ സോൾ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കണം, സോഷ്യൽ ഇന്ററാക്ഷനേക്കാളും. അവിടെ സൂഫിസം ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് ഡിവൈൻ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ഇമോഷണലും ഇമാജിനേഷനിലാണ്. സൂഫി റിച്വൽസിൽ എന്തൊക്കെയാണത്? പ്രേയേഴ്സ് ഉണ്ട്, പോംസ് ഉണ്ട്, സെലക്ടഡ് വേർഡ്സും ഖുറാനിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണോ? ഇനി സൂഫിസം അറബിക് ടേം ആയിട്ടുള്ള വൂൾ എന്ന അർത്ഥം വരുന്ന സുഫി എന്നുള്ളതിനാണ് സൂഫിസം വന്നിട്ടുള്ളത്. എന്റെ സിസ്റ്ററിനോടെ പേര് സുഫിയാനാണ്. സൂഫിയാന. ഇതൊക്കെ സൂഫിസം പറയുന്നതാണ്. ബൈ ദ നേച്ചർ മാൻ ഇസ് ഇന്നസെന്റ് ആൻഡ് ഇൻക്ലൈൻ ടു റൈറ്റ് ആൻഡ് പ്രീ ഡിസ്പോസ് ടു വാച്ച്. കണ്ടോ, നേച്ചർ ഹ്യൂമനിസ്റ്റിക്കില് കുറച്ച് കാര്യങ്ങളാട്ടോ. മനുഷ്യന്റെ നേച്ചർ അനുസരിച്ച് മനുഷ്യൻ ഇന്നസെന്റ് ആണ്, ഇൻക്ലൈൻ എന്താണ് റൈറ്റ് ചെയ്യുന്നത്, ശരിയിലേക്ക് ഇൻക്ലൈൻ ചെയ്തിട്ടാണ്, വെർച്വല് പ്രീഡിസ്പോസ്ഡ് ആയിരിക്കാണ്. ബട്ട് മാൻ ഇസ് കോട്ട് ഇൻ ദ മെഷസ് ആൻഡ് ഇംപെഡിമെന്റ്സ്. കണ്ടോ, മെഷിൽ കുടുങ്ങി കിടക്കാണ്. സെൽഫിഷ് ഡിസയേഴ്സ്, അതുപോലെ തന്നെ കസ്റ്റംസ്, അതുപോലെ തന്നെ ഫോൾസ് ടീച്ചിങ് ആൻഡ് സൂപ്പർസ്റ്റിഷൻ. അതാണ് മെയിൻ ആയിട്ടും. അതാ unclean, describing for what is false and forbidden, deflected from the love of his fellow man and deflected from the pure worship ഓഫ് ദ വൺ ട്രൂ ഗോഡ്. എനിക്ക് ഈ സൂഫിസം ബുദ്ധിസം ഒക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം ശരിയല്ലേ, മനുഷ്യൻ നോർമലി എന്താണ് ഇന്നസെന്റ് ആണ്, റൈറ്റിലേക്ക് പ്രീഡിസ്പോസ് ചെയ്ത് കിടക്കാണ്, പക്ഷെ അവൻ കുടുങ്ങി കിടക്കാണ് ഒരുപാട് മാൻ മെയ്ഡ് കാര്യങ്ങളില്, സെൽഫിഷ് ഡിസൈറുകളില്, കസ്റ്റംസില്, അതുപോലെ തന്നെ ഫോൾസ് ടീച്ചിങ്ങില്, സൂപ്പർസ്റ്റിഷ്യനില്. രാത്രിയിൽ നിന്ന് നഖം വെട്ടി ഉമ്മ ഓടി വരും. എന്റെ ഉമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട്, എന്റെ മോസിയാണല്ലോ ഓൾറെഡി. എന്റെ ഉമ്മ പിന്നെ എന്താ പറയാ, പുതിയ ഡ്രസ്സ് എടുത്താൽ വെള്ളിയാഴ്ച ഇടാൻ സമ്മതിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ഇട്ടിട്ട് അത് കഴിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം ഇടാം, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. അപ്പൊ അതാണ് ഫോൾസ് ടീച്ചിങ്ങും സൂപ്പർസ്റ്റിഷനും. അതുപോലെ ഈ കാര്യങ്ങൾ സെൽഫിഷ് ഡിസയറും കസ്റ്റമും ഫോൾസ് ടീച്ചിങ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ദിസ് മേ മേക്ക് ഹിം അൺക്ലീൻ ആക്കാം. ഡിസയറിംഗ് ഫോർ വാട്ട് ഇസ് ഫോൾസ് ആൻഡ് ഫോർബിഡൻ, ഫോൾസ് ആയിട്ടുള്ള ഫോർബിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാം. ഡിഫ്ലക്റ്റഡ് ഫ്രം ലവ് ഓഫ് ഹിസ് ഫെലോ മാൻ, അയാളുടെ സഹജീവികളോട് ലവ് ഇല്ലാതിരിക്കാം. അതുപോലെ തന്നെ ഡിഫ്ലക്റ്റഡ് ഫ്രം ദ പ്യോർ വർഷിപ്പ് ഓഫ് ദ വൺ ഗോഡ്. ഈ നിസ്കാരം എന്നൊക്കെ പറഞ്ഞ എന്റെ ഉമ്മയൊക്കെ നിസ്കരിക്കാൻ നിങ്ങൾ വെറുതെ നിസ്കരിക്കുക, നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം പേടിയ. ബാങ്ക് വിളിക്കുന്നുണ്ട്.
ഇപ്പൊ കണ്ടോ, ബൈ നേച്ചർ മാൻ ഇന്നസെന്റ് ആണ്, റൈറ്റ് ടു ഇൻക്ലൈൻഡ് ആണ്, വെർച്വലേക്ക് പ്രീഡിസ്പോസ്ഡ് ആണ്. പക്ഷെ മനുഷ്യൻ സെൽഫിഷ് ഡിസയറിലും കസ്റ്റംസിലും അതുപോലെ തന്നെ ഫോൾസ് ടീച്ചിങ്ങിലും സൂപ്പർസ്റ്റിഷൻസിലൊക്കെ കുടുങ്ങിക്കിടക്കാണ്. ഇത് മനുഷ്യനെ അൺക്ലീൻ ആക്കും, അയാളുടെ ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള നിഷേധിക്കപ്പെട്ട ഫോർബിഡൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ അയാളുടെ മറ്റു സാജീവികളോടുള്ള ലവ് എടുത്ത് കളയും. അതുപോലെ തന്നെ ഗോഡിനോടുള്ള പ്യുവർ വർഷിപ്പ് അവരിൽ നിന്ന് ഡിഫ്ലക്റ്റഡ് ആവും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണോ? പറഞ്ഞേ. എന്നിട്ട് വേണം എനിക്കൊരു കാര്യം ചോദിക്കാൻ, അതുകൊണ്ടാ പറഞ്ഞു. ഓക്കെയാണോ മക്കളെ? നിങ്ങള് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഇന്റേണൽ എക്സാം കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു സ്കോഴ്സ്? പറ്റ മോശമായിരുന്നു സ്കോഴ്സ്? നമ്മുടെ നോട്ടും ക്ലാസ്സും ഒക്കെ വെച്ച് എഴുതിയിട്ട് ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒക്കെ ഒന്ന് പറയട്ടോ, എനിക്കൊരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞേ. അത്രയൊക്കെ കണ്ടന്റ് എഴുതാനല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ, അതിലപ്പുറത്തോട്ട് സമയം ഉണ്ടായിരുന്നോ? ഷെറിൻ ഹുസൈൻ ഏത് കോളേജാണെന്ന് പറഞ്ഞേ. പി കെക്കാര് കേൾക്കാൻ വേണ്ടിട്ടാട്ടോ ഞാനിത് പറയുന്നത്. സഹ്യ, പി കെക്കാര് കേൾക്കാൻ വേണ്ടിട്ടാട്ടോ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന പി കെക്കാര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് അതർ? ഹസ്ന എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ചോദിക്കും, നമ്മളെ നോട്ടിൽ അപ്പുറത്തോട്ട് കണ്ടന്റ് എഴുതാൻ അത് ഹസ്ന ആവറേജ് എന്ന് പറയുന്നത് നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും ആവറേജ് ആണോ? നമ്മൾ നോട്ട് കംപ്ലീറ്റ് പഠിച്ചിട്ടും ആവറേജ് ആണോ? അതോ അത്രയും പ്രിപ്പയർ ചെയ്യായിട്ടാണോ ആവറേജ്? പറയണേ, ഒന്ന് പറഞ്ഞേ. ബാക്കി എന്താ മക്കളെ നിങ്ങൾ ഒന്ന് പറ. ഞാന് മിസ്സിന്റെ ക്ലാസ് മാത്രം, നോട്ട്സ് മാത്രം നോക്കിയിട്ട് എക്സാം എഴുതിയിരിക്കണത്. പിന്നെ റിസർച്ച് ഒക്കെ മിസ് അത്യാവശ്യം എനിക്ക് തോന്നുന്ന പിടിച്ചിട്ടാണ് മാർക്ക് തന്നെ ഇട്ടേക്കണത്. എനിക്കപ്പൊ 30-ലൊരു 21 ആ റേഞ്ചിൽ മാർക്ക് ഇട്ടിരിക്കണം. എനിക്ക് ഒരു ഇത് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്നാലും ജസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണേ. പിന്നെ പേഴ്സണാലിറ്റി ഞാൻ കംപ്ലീറ്റ് മിസ്സിന്റെ നോട്ട് നോക്കിയിട്ട് എഴുതിയിരിക്കണത്. അതില് 5-ല് 4 പോയിന്റ് മിസ് എന്താണ് ഇതാക്കിയിട്ട് ഇട്ടേക്കണത്. 30-ല് നടത്തിയ എക്സാം പിന്നെ 5-ക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കണേ. അപ്പൊ 4.90 ആ ഒരു റേഞ്ചിൽ മാർക്ക് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. റിസർച്ചിൽ പിന്നെ പൊതുവെ മിസ് എല്ലാവർക്കും അത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ എല്ലാതും അറ്റൻഡ് ചെയ്തിരിക്കണെന്നാണ് എന്റെ ഒരു ഓർമ്മ. പക്ഷെ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. ഹസ്ന പി ജി ലെവലിൽ ഇത്തിരി നോക്കൂട്ടോ. പി ജി ലെവലില് ഗ്രാമർ ഒരു ഇച്ചിരി നോക്കും, വല്ലാണ്ട് ഗ്രാമർ ഇല്ലാണ്ടായി പോരുത് കേട്ടോ. ഒരു സെക്കൻഡ്. ഹലോ, അമ്മ അവിടെ ഇല്ല. സെയിനെ കൂട്ടിട്ട് അമ്മീനെ പറഞ്ഞു. സെയിൻ എടുത്തോണ്ടേ തരും. ഓനെ എടുത്തരും കേട്ടോ. എനിക്ക് നിങ്ങളൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മുടെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 4 ടെക്സ്റ്റ് നോക്കിയിട്ട് പ്രിപ്പയർ ആക്കിയ സാധനം. 3 ടെക്സ്റ്റ് നോക്കിയിട്ട് ആ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് ഇല്ലേ? ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതിലും തോനെ കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾക്ക് ഈ 3 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അപ്പോ പിന്നെ എഴുതാൻ. അപ്പൊ പി കെക്കാർക്കുള്ള ഒരു ബേജാറ് എന്ന് വെച്ച് കഴിഞ്ഞാല്, തുറന്ന് ഞാൻ പറയാണ്, എന്താണ് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടോ? ഇത് പഠിച്ച കുട്ടിക്കാണ് ഫസ്റ്റ് റാങ്ക്. ഈ നോട്ട് മാത്രം പഠിച്ച കുട്ടിക്കാണ് ഫസ്റ്റ് റാങ്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റാങ്ക് എന്റെ സ്റ്റുഡന്റിനാണ്. അവൾ ഇതിലപ്പുറം ഒരു സാധനവും പഠിച്ചിട്ടില്ല. അവളെ വീഡിയോ വരുന്നുണ്ട്. അവളെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മുന്നിലൊന്ന് കൊണ്ടുവരും. എനിക്ക് എന്തായാലും അത്യാവശ്യമാണ് നിങ്ങളുടെ മുന്നിലൊന്ന് കൊണ്ടുവരാനുള്ളത്. കാരണം നിങ്ങൾ അവളെ മീറ്റ് ചെയ്യണം, എസ്പെഷ്യലി പി കെക്കാര്. കാരണം എന്റെ നോട്ടിന്, എന്റെ കോളേജാണ് പി കെ, എന്നോടുള്ള ഒരു പേഴ്സണൽ പ്രോബ്ലം കാരണമാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, സെമ്മിന് നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ല. ആ നോട്ട് പഠിച്ചെഴുതിയ ആളാ ഞാൻ. എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിലപ്പുറത്ത് ഒരു നോട്ടും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ അതിലെവിടെങ്കിലും കണ്ടിട്ട് കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം മുതൽ ഞാൻ അരിച്ചു പെറുക്കി. ഇതൊന്നും ഞാൻ കഴിഞ്ഞ വട്ടം എടുത്തിട്ടില്ല.
ഇത്ര ഡെപ്തിൽ ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കൂ, എവിടേക്ക് എന്തൊക്കെ അറ്റൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പല ഹാൻഡ് റിട്ടൺ നോട്ട്സ് പോലും ഞാൻ തരുന്നുണ്ട്. ഇതിനപ്പുറത്തോട്ട് കണ്ടന്റ് ഞാൻ തന്നിട്ട് കാര്യം എനിക്ക് എഴുതാൻ സമയം കിട്ടില്ല. അപ്പോ എന്റെ മക്കള് നൗലത്തായാലും നർജിഷായാലും പിന്നെ ബാക്കിയുള്ള എല്ലാവരും റീമയും ഹരിപ്രിയനോടും എല്ലാം നിഹാലിനോടും പറയുന്നത്, നിങ്ങൾ അത് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ച് ബേജാറാവണ്ട. കാരണം ഞാൻ ഇവിടെ ലൈവിൽ ഷെറിനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പല കോളേജിലെ പിള്ളേരും ഇത് നോക്കിയിട്ട് തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ ക്ലാസ് എടുക്കാത്ത പിള്ളേർക്ക് ഈ നോട്ട് ഉണ്ട്, അവരും ഇതൊക്കെ നോക്കിയിട്ട് തന്നെ ആരും സ്വന്തം, എന്റെ അറിവിൽ ആരും സ്വന്തം നോട്ട് ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്രയും മെനക്കെട്ട പരിപാടിയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ, പക്ഷെ നല്ല മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ അതിൽ നിർബന്ധിക്കാത്ത എന്താ പറയുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ലോഡ് അധികമാണ്. പഠിച്ച ആളെ എനിക്കറിയാം. ഈ ലോഡിന്റെ ഇടയിൽ 4 ടെക്സ്റ്റ് വെച്ച് നോട്ട് ഉണ്ടാക്കുക, ക്രിസ്പായിട്ടൊരു നോട്ട് ഉണ്ടാക്കുക, അത് വെച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്നത് രാത്രി വൈകുന്നേരം വരെ കോളേജിൽ പോകണ്ടേ. ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് പോകുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ഇതിന്റെ സമയം? അതിന്റെ കൂടെ പിന്നെ സെമിനാർ എടുക്കാനുണ്ടാവും, അതിന്റെ കൂടെ ബാക്കി പോക്കുണ്ട്. ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ. ഇത് ഇസ് മോർ ദാൻ ഇനഫ്. ഇനി കുറച്ചുകൂടെ കണ്ടന്റ് എവിടെന്നെങ്കിലും ഞാൻ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട്, പക്ഷെ കണ്ടന്റ് വേണ്ട ഇഷ്ടം പോലെ ഞാൻ തരാം. അത് എഴുതി ഒപ്പിക്കാൻ 3 മണിക്കൂറല്ലേ. പിന്നെ എന്തായാലും 3 മണിക്കൂറിലേക്ക് ഒപ്പിച്ചൊരു പേപ്പർ നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇത് ഇന്റേണൽ എക്സാം ഒക്കെ 2 മണിക്കൂറിനോ അല്ലെങ്കിൽ സാധാ എക്സാമിന്റെ പോലെ അല്ലെങ്കിൽ സീലിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്, ഒരു പേപ്പർ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. 3 മണിക്കൂർ ടൈമിങ് വെച്ചിട്ട് ഒരു പേപ്പർ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യേണ്ട. ടൈം മാനേജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. PGക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളവര് നിർബന്ധമായിട്ടൊരു പേപ്പർ അറ്റൻഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ബാക്കിയെടുക്കാം. ഓക്കെ ആണല്ലോ? ബേജാറാവണ്ട. എനിക്ക് സങ്കടം വന്നിട്ട് പിള്ളേർ പഠിച്ചു പോയിട്ട് മാർക്ക് കുറയ്ക്കാന്ന് കുഴപ്പമില്ല. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ നമ്മുടെ നോട്ടും പ്ലസ് എക്സ്ട്രാ നോട്ട്സ് ഒക്കെ നോക്കണം കേട്ടോ. ഞാനിപ്പോ അതാണ് എക്സ്ട്രാ നോട്ട്സും നോക്കിയത്. ഈ പ്രാവശ്യം ഞാൻ നോട്ട് തിരുത്തിച്ചതാണ്. എന്തെങ്കിലും കണ്ടന്റ് കൂട്ടാണെങ്കിൽ കൂട്ടാൻ പറഞ്ഞു. അത്രയും ഞാൻ ചെയ്യുന്നത് എന്റെ കുട്ടികളെ വിചാരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും പേടിക്കണ്ട കേട്ടോ. അപ്പൊ നോക്കിക്കേ, അടുത്ത സ്ലൈഡിൽ പറഞ്ഞ സ്പിരിച്വൽ പെർഫെക്ഷനിസം മേ ബി മോസ്റ്റ് ഡിഫിക്കൽട്ട് ഫോർ ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് സറണ്ടർ ഓൺ അവർ പാർട്ട് ടു ഗോഡ് ഇൻ ഓൾ അവർ അഫയേഴ്സ്, തോട്ട്സ് ആൻഡ് ഡിസൈർസ്. കണ്ടോ, സ്പിരിച്വൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് മൊത്തത്തിൽ ഗോഡിന് സറണ്ടർ ചെയ്യേണ്ടി വരും. നമ്മുടെ അഫയേഴ്സും നമ്മുടെ തോട്ട്സും നമ്മുടെ ഡിസയറും ദൈവത്തിൽ സറണ്ടർ ചെയ്യുക, എന്താണ്, കീഴടങ്ങണം. അതാണ് സ്പിരിച്വൽ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇനി 3 മെയിൻ ഓർഡേഴ്സ് ആണ് സൂഫിസത്തിനുള്ളത്. ഖദരിയ ഓർഡർ, നക്ഷബന്ദിയ ഓർഡർ, ചിസ്തിയ ഓർഡർ. ഇതിൽ നക്ഷബന്ദിയ ടീംസ് കേരളത്തിലുണ്ട് കേട്ടോ ഒരുപാട്. അപ്പം 3 ഓർഡേഴ്സ് ആണ് സൂഫിസത്തിലുള്ളത്. ഖദരിയ ഓർഡറും നക്ഷബന്ദിയ ടീമാണ്. എന്താ പറയാ, അങ്ങനെ ക്ഷത്രിയ, ശൂദ്രർ, വൈശ്യർ എന്നൊക്കെ പറയുന്ന പോലെ 3 ഓർഡേഴ്സ് ആണ്. ഖദ്രിയ ഓർഡർ, നക്ഷബന്ദിയ ഓർഡർ, ഷിസ്തിയ ഓർഡർ. ഇതിൽ ഖദ്രിയ ഓർഡർ എന്ന് പറയുന്നത് the Sufis of this order emphasize the emptying of sir. ഷിർക്ക് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ? മുസ്ലിംസിന് അറിയാം, ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ. അതായത് പാപത്തിൽ നിന്ന് എംറ്റി ആവാം, സിറായിട്ടുള്ള തോട്ട്സിൽ നിന്നൊക്കെ എംറ്റി ആവാ എന്നുള്ളതാണ്. The emptying of the sir from all thoughts other than God and the purification of self from all blamable animal and satanic qualities. കാരണം സിറിൽ നിന്ന് നമ്മൾ പോവാം. അതുപോലെ തന്നെ ബ്ലെയിമബിൾ ആയിട്ടുള്ള, ബ്ലെയിം ചെയ്യാൻ പാകത്തിലുള്ള, അതുപോലെ ആനിമൽസിൽ നിന്ന് അല്ലെങ്കിൽ സാത്താനിക് ക്വാളിറ്റീസിൽ നിന്ന് എന്താവാ, പ്യൂരിഫൈ ആവാം. ഇതാണ് ഖദരിയ ഓർഡറിന്റെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് they maintain that human spirit has come from the world of കൊമാന. അതാണ് കമാൻഡ്, അതായത് ആലം അൽ അമർ, and is capable of reflecting the divine effulgence. അതായത് മനുഷ്യന്റെ സ്പിരിറ്റ് കമാൻഡിൽ നിന്ന്, വേൾഡ് ഓഫ് കമാൻഡിൽ നിന്ന്, ആലമൽ അമർന്നാണ് വന്നിട്ടുള്ളത്. ആൻഡ് അത് നമ്മുടെ ഡിവൈൻ ഇൻഫ്ലുവൻസിൽ റിഫ്ലക്ട് ചെയ്യാതെ നമ്മുടെ സ്പിരിച്വൽ കാര്യത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ കേപ്പബിൾ ആണ്. നമ്മൾ കമാൻഡ് വേൾഡിൽ നിന്നാണ് വന്നത്, നമുക്കത് റിഫ്ലക്ട് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണ്. പക്ഷേ ഡ്യൂ ടു ഇംപ്യൂരിറ്റീസ് ഓഫ് സെൽഫ് അല്ലെങ്കിൽ നഫ്സ് ഉണ്ടായതിനെ കൊണ്ടാണ് ഇറ്റ് ഡസ് നോട്ട് ഡു സോ, നമുക്കത് പറ്റാത്തത്. അപ്പൊ ഖദരിയ ഓർഡർ എന്താണ്? സൂഫീസ് ഓഫ് ദിസ് ഓർഡർ പറയുന്നത് നമ്മുടെ സിറിനെ എംറ്റി ചെയ്യുക, ഗോഡിന്റെ അപ്പുറത്തോക്കുള്ള ഷിർക്ക് ചെയ്യുക, വൻ പാപങ്ങളിൽ നിന്ന് പോവാം. രണ്ടാമത്തത് നമ്മളെ ബ്ലെയിമബിൾ ആയിട്ടുള്ള ആനിമൽസിൽ നിന്നും സാറ്റാനിക് ക്വാളിറ്റീസ് നിന്ന് പ്യൂരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ്, ഹലോ
ആ ആ ആ അത് താൽക്കാലിക അടിയിൽ. ഓക്കെ ശരി. ഓക്കെ, അപ്പം രണ്ടാമത്തെ പറഞ്ഞത് മനുഷ്യന്റെ സ്പിരിറ്റ് കമാൻഡ് വേൾഡിൽ അലമൽ അമർന്നാണ് വന്നത്. നമ്മുടെ ഡിവൈൻ ആയിട്ട് അത് റിഫ്ലക്ട് ചെയ്യാൻ കേപ്പബിൾ ആണ്. പക്ഷേ നഫ്സ് കൊണ്ട് നമ്മളിൽ ഇംപ്യൂരിറ്റീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പ്യോർ ആക്കണം എന്ന് പറയുന്ന ഒരു ഓർഡർ ആണ് ഖദ്രിയ ഓർഡർ. അതായത് മൊത്തത്തിൽ ശിർക്കൊന്നും ചെയ്യരുത്, നമ്മൾ പ്യോർ ആവണം, നമ്മൾ നഫ്സ് വരാനുള്ള നഫ്സ് കൊണ്ടാണ് നമ്മൾ ഇംപ്യൂരിറ്റീസ് ഒക്കെ വരുന്നത് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് ഖദ്രിയ ഓർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഞാൻ കണ്ടംപ്ലേഷന്റെ മീനിങ് ഒന്ന് നോക്കട്ടെ. മലയാളം. ഇനി അടുത്തതാണ് the Sufis of this order, Naqshbandiya order, lay much emphasis on contemplation. ധ്യാനം ആയിട്ടിങ്ങനെ തപസ് എന്നൊക്കെ മനസ്സിലാക്കി ധ്യാനത്തിലാണ്. ഈ നക്ഷബന്ധിയക്കാര് ധ്യാനത്തിലാണ്. They hold that the human spirit as much as devoid of all forms, but if you fill it with a form, it will have no room left for other form. നമ്മൾ ധ്യാനത്തില് കുറെ ഫോമാണ്. ധ്യാനം നിറച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും വരൂല. അതായത് ഹ്യൂമൻ സ്പിരിറ്റ് ഡിവോയ്ഡ് ആണ് എല്ലാ ഫോമിലും. പക്ഷെ നമ്മൾ അതിന് ഒരു ഫോം കൊണ്ട് ഫിൽ ചെയ്യുക, അത് ധ്യാനം കൊണ്ട് ഫിൽ ചെയ്താൽ വേറൊന്നും കയറി വരൂല. നൗ ടു അറ്റൈൻ റിയാലിറ്റി വൺ ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൺ റിയാലിറ്റി uninfluenced by any aspect of the surrounding phenomenal world and engage all the power of thought, imagination and perception to accomplish this task. കണ്ടോ, ഈ റിയാലിറ്റി അക്കംപ്ലിഷ് ചെയ്യാൻ നമ്മൾ റിയാലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ബാക്കിയുള്ള സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ നമ്മൾ ചുറ്റും നടക്കുന്ന മറ്റേ ഫിലോമിനൽസ് ഒന്നും നമ്മൾ വീണ് പോകരുത് എന്നാണ് പറയുന്നത് നക്ഷബന്ധിയ ഓർഡർ. ഓക്കെ, നക്ഷബന്ധിയ ഓർഡർ കണ്ടംപ്ലേഷനിലാണ് എന്തായി കിടക്കുന്നത്, ഫുൾ ആയിട്ട് കിടക്കുന്നത്. അതായത് ഹ്യൂമൻ സ്പിരിറ്റ് നിറഞ്ഞു കിടക്കണം പല ഫോമില്. ഒരു ഫോം അതിൽ നിറയ്ക്കുകയാണെങ്കിൽ ബാക്കിയൊന്നും കയറില്ല. അവിടെ നമ്മൾ റിയാലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഈ ടാസ്ക്. അതായത് നമ്മളെ ചിന്തയും ഇമാജിനേഷനും പവറും ഒക്കെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ധ്യാനം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ചീത്ത സാധനങ്ങളൊന്നും കയറി വരില്ല, നമ്മൾ പ്യോർ ആയിരിക്കും എന്ന് പറയുന്നതാണ് നക്ഷബന്ധിയ ഓർഡറിലുള്ള സൂഫിസക്കാർ. വളരെ ധ്യാനത്തിലാണ് അവര് മോർ എംഫസിസ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും വേണ്ട, ഇത്രയും വാങ്ങിട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് ചിഷ്ടിയ ഓർഡർ. ചിഷ്ടിയ ഓർഡറുകാര് അവര് ഭയങ്കര പ്രണയം. ഈ ടീമാട്ടോ പടച്ചോനോട് ഇങ്ങനൊരു പ്രണയം. മൗലാ, അവരിങ്ങനെ പാട്ടിങ്ങനെ പാടുമ്പോ ലയിച്ചിരുന്ന് പോകും. മൗലാന്നും പറഞ്ഞങ്ങോട്ട് പാടുകയാണ് ചെയ്യുക. ഫോർ ദ Chishti Sufis, the most important requirement is the love of God. പടച്ചോന്റെ സ്നേഹമാണ്. This is how they explain it. When a person falls in love with somebody, he keeps on thinking of his beloved instantly, and at every moment his longing grows more and more intense. Similar is the case of real love or the love. നമ്മൾ ഒരാളെ പ്രണയിക്കണം, ഇത് പ്രണയദിനാണ് അല്ലെ. നമ്മൾ ഒരാളെ പ്രണയിക്കണം, നമ്മൾ അയാളെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കൂലേ. നേരെ മറിച്ച് നരകത്തിലിടുന്ന ഒരാൾ ആരെങ്കിലും ഓർത്തോണ്ടിരിക്കോ? നമ്മളെ തീയിലിട്ട് പൊരിക്കും എന്നൊക്കെ പറയുന്ന ആള്, അതാണ് അവർക്കുള്ളത്. പടച്ചോനോട് എന്തെന്നില്ലാത്ത പ്രണയം. അതിനവര് പറയുന്ന റീസൺ നോക്ക്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്ത് രസമായി പ്രണയദിനത്തില്. ഒരു മനുഷ്യൻ പ്രണയത്തിലായി കഴിഞ്ഞാൽ ആരോടെങ്കിലും അയാൾ അവരെ പറ്റി തന്നെ ചിന്തിച്ചോണ്ടിരിക്കും. അതായത് എത്രത്തോളം പറ്റും ഓരോ മൊമെന്റും അയാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അതല്ലേ ഗോഡിനോട് വേണ്ടത് എന്നാണ് ചിഷ്തിയ ഓർഡർ പറയുന്നത്. To create this love, the Sufis of this order advise loud of vociferous remembrance of God, dhikr bil jahar. അതാണ് ആ വോയിസിലൂടെയാണ്, അവിടെ ദിക്റിലൂടെയാണ് അത് മൗലാന്ന് വിളിക്കുക, ഹബീബേ മൗലാ എന്ന് വിളിച്ചിട്ടാണ്. They also advise listening to Sama under strict conditions. സമ എന്തോ ആണ് വേണ്ടെന്നാണ് സ്ട്രിക്ട് കണ്ടീഷനിൽ.
അപ്പൊ ചിഷ്ടിയക്കാർക്ക് എന്താ, പടച്ചോനോട് എന്തെന്നില്ലാത്ത പ്രണയമാണ്. അതൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ലവിലേക്ക് എത്താൻ അവർ ചെയ്യുന്നത് ദിക്റുൽ ബിൽ ജഹാർ, അതായത് വൊസിഫറസ് ആയിട്ടുള്ള വോയിസ് ആണ്. അതാണ് വൊസിഫറസ് എന്ന് പറയുന്നത്, വോയിസ് ആയിട്ടുള്ള റിമംബറൻസ് ആണ്. അതുപോലെ സമ, സ്ട്രിക്റ്റ് കണ്ടീഷൻ അവർ സമ ചെയ്യാറുണ്ട്. ഓക്കെ ആണോ ചിഷ്ടിയ ഓർഡർ? ഈ സമയുടെ സ്റ്റേജസ് ആട്ടോ, ഒന്നും വേണമെന്നില്ല, ഇത്രയും വേണം. വേണമെങ്കിൽ ആ സമയുടെ സ്റ്റേജസ് വെറുതെ എഴുതി വെക്കാം. സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ സൂഫിസത്തിന്റെ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി സെൽഫ്, അതിനാണ് തസ്കിയ ആൻഡ് നഫ്സ് എന്ന് പറയുന്നത്, സെൽഫിനെ പ്യൂരിഫൈ ചെയ്യുക. സെക്കൻഡ് ക്ലെൻസിങ് ഓഫ് ദി ഹേർട്ട് ആണ്, അതാണ് തക്സിയ എ ഖൽബ്. ഓക്കെ, അതായത് ദിസ് മീൻസ് ഇറേസിംഗ് ഫ്രം ദ ഹാർട്ട്, ഇറ്റ് ഇസ് എ ലവ് ഫോർ ദ ഷോർട്ട് ലൈഫ്. അത് വേണമല്ല, ക്ലെൻസിങ് ദ ഹേർട്ട് മതി. മൂന്നാമത്തത് എംപ്റ്റിങ് ദ സിർ, സിറിനെ ഒഴിവാക്കുക. ആൻഡ് നാലാമത്തത് ഇലുമിനേഷൻ ഓഫ് ദി സ്പിരിറ്റ്. കണ്ടോ, നമ്മുടെ സൂഫിസ്റ്റിന്റെ സ്റ്റേജസ് ആണ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി സെൽഫ്, അതാണ് തക്സിയ എ നഫ്സ്. ഈ പേരുകൾ പഠിച്ചു വെച്ചോളുണ്ട് കേട്ടോ, ചില ടീച്ചേഴ്സിന് മാർക്ക് ഇടാണ്ടിരിക്കാൻ ഒരു വകുപ്പില്ല. തക്സിയ എ നഫ്സ്, നഫ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തെറ്റുകൾ, അതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി സെൽഫ്. രണ്ടാമത്തെ നോക്കിക്കേ, ക്ലെൻസിങ് ഓഫ് ദി ആർട്ട്, തക്സിയ എ ഖൽബ്, നമ്മുടെ കൽബ് ക്ലെൻസ് ചെയ്യും. മൂന്നാമത്തെ നോക്കിക്കേ, എംപ്റ്റിങ് ഓഫ് ദി സിർ, തക്ലിയ എസ്സർ. അതുപോലെ തന്നെ നാലാമത്തത് ഇല്യൂമിനേഷൻ ഓഫ് ദി സ്പിരിറ്റ്, തജ്ലിയ ഇ റൂഹ്. റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് എന്നാണ് അർത്ഥം. ഇതാണ് 4 സ്റ്റേജസ്. അപ്പൊ നോക്കിക്കേ, സൂഫിസം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് മിസ്റ്റിക്സ് ആണ്. അവിടെ എന്താണ്, ഭയങ്കര അവെയർ ആയിട്ടുള്ള ഗോഡിനെ പറ്റിയിട്ട്. ധ്യാനമാണ് ആക്ഷനെക്കാളും, അതുപോലെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ് ലീഗലിസത്തിനെക്കാളും, സോളിനെ കൾട്ടിവേറ്റ് ചെയ്യാണ് സോഷ്യൽ ഇന്ററാക്ഷനെക്കാളും. സൂഫിസം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇമോഷനിലാണ്, ഇമാജിനേഷനിലാണ്, ഡിവൈൻ ഹ്യൂമൻ റിലേഷൻ. സൂഫി റിച്വൽസ് ടിപ്പിക്കലി ഉണ്ടായിരിക്കുന്നത് പ്രയേഴ്സ്, പോംസ്, ഖുറാൻ എന്നൊക്കെയാണ്. സൂഫി വേർഡ് വന്നിരിക്കുന്ന അറബിക്കിൽ സുഫി മീൻസ് വൂളാണ്. അവിടെ ബൈ നേച്ചർ മാൻ ഇന്നസെന്റ് ആണ്, പക്ഷെ കുറെ കാര്യങ്ങൾ കൊണ്ട് അയാൾ ഇംപ്യൂർ ആവുന്നതാണ്. അത് കാരണം ഈ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അയാൾ ഇംപ്യൂർ ആവുന്നതാണ്. അൺക്ലീൻ, അത് കാരണം അയാൾ അൺക്ലീൻ ആവുന്നു, ഫോൾസ് ഫോർബിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സ്നേഹമൊക്കെ പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സ്പിരിച്വൽ പെർഫെക്ഷൻ കിട്ടാൻ നമ്മൾ എന്താക്കണം, ഗോഡിനെ സറണ്ടർ ചെയ്യണം, നമ്മുടെ അഫയേഴ്സും തോട്ട്സും ഡിസയേഴ്സും എന്നാണ് പറയുന്നത്. പിന്നെ 3 മെയിൻ ഓർഡേഴ്സ് ഉണ്ട്, ഖദ്രിയ, നക്ഷബന്ദിയ, ചിഷ്തിയ. പിന്നെ 4 സ്റ്റേജ് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. 4 സ്റ്റേജ്. ഫസ്റ്റ് തഖ്സിയ എ നഫ്സ്, സെക്കൻഡ് വൺ തഖ്സിയ എ ഖൽബ്, തേർഡ് വൺ തഖ്ലിയ എ സിർ, നാലാമത്തത് തജ്ലിയ എ റൂഹ്. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? ഇത് എഴുതിയാൽ മതി കേട്ടോ, നമ്മുടെ നോട്ടിൽ ഇത് വേണ്ട. ഞാനിത് എഗെയിൻ 5 മാർക്കിന് തന്നെ ധാരാളം കേട്ടോ, ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞത്. യോഗ സൈക്കോളജി ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. അടുത്ത ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിസിയോളജി ആട്ടോ. ഫിസിയോളജി ആകെ ഒരു മൊഡ്യൂളെ തീർന്നിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഫിസിയോളജി ആണ് എടുക്കാൻ പോകുന്നത്. സൂഫിസത്തില് ഈ പറയുന്നത് നമ്മുടെ മെന്റൽ ബാലൻസ് അങ്ങനത്തെ കാര്യത്തിനേക്കാളും നമുക്ക് ഈ ഒരു സൂഫിസം ആണ് വേണ്ടത്. യോഗ ഇത് പോരാ. അപ്പം യോഗയുടെ ഒരു ഷോർട്ട് നോട്ടും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് യോഗ ഞാൻ വിശദമായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഫിസിയോളജിയിലെ 3rd ഉം 4th മൊഡ്യൂളാണ് കേട്ടോ. ഫിസിയോളജി 3rd ഉം 4th ഉം കഴിഞ്ഞിട്ട് ബാക്കി വരാട്ടെ. 3rd ഉം 4th ഉം വലിയ ഒരു മൊഡ്യൂൾസ് ഒന്നുമില്ല, ചെറിയ മൊഡ്യൂൾസ് ആണ്. അതെടുത്ത് പിന്നെ റിസർച്ചും തീർത്തിട്ട് ബാക്കി ഇങ്ങനെ വരാട്ടോ. അപ്പൊ മാർച്ചൊക്കെ ആകുമ്പോഴത്തേന് കംപ്ലീറ്റ്ലി നമ്മൾ തീർക്കുന്ന, ഓൾറെഡി കംപ്ലീറ്റ്ലി ക്ലാസ് തന്നെ എടുക്കാത്ത ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാണ് കേട്ടോ. അപ്പൊ ഫിസിക്സ് കഴിഞ്ഞു. അടുത്ത ക്ലാസ് നമ്മൾ ഫിസിയോളജി ആണ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടമായ? പ്രണയദിനമൊക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും ഹാല്? അടിച്ചു പൊളിച്ചോ? ഞാൻ അത്യാവശ്യം നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കോളേജിലൊക്കെ വമ്പൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ, എനിവേ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ്, ഇൻഫോർമേറ്റീവ്. അടുത്ത സെഷനിൽ വ്യാഴാഴ്ച വീണ്ടും കാണാം. അതുവരെ ബൈ. അല്ല പറ വെക്കല മ്യൂസിക്. ഇനി ആ കാർഡ് ഉടമസ്ഥനെ വിളിച്ചാ പോരെ.